Hello all, welcome to Competitive Cracker. I am Dr. Vidya Vijay. Am I audible to you? Just say hi or something as your responses. Please mark your responses through the chat session. Just say hi or something to me as your responses. Yes, okay. Okay, let's start our webinar. So, in the webinar നടത്തുന്നതിന്റെ main. Okay, hi Sabira, hi. So, ഇന്ന് നമ്മൾ ഈ ഒരു വെബിനാർ നടത്തുന്നതിന്റെ മെയിൻ പേർപ്പസ് ഇന്നലെ അതായത് ഒക്ടോബർ 29th നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആയിരുന്നു. വൈ? വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് സെറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള നമ്മൾ, അതായത് ഹയർ സെക്കൻഡറി സ്കൂളിൽ കയറുന്നതിനുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് സെറ്റ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അതിൻ്റെ എക്സാം ഇന്നലെ കോൾ ഫോർ ചെയ്തു അല്ലേ, ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു. സോ ഇനി നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? November 28th ആണ് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്. സോ ഈ ജാനുവരിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരി 1st വീക്കിൽ നമുക്ക് ഇതിൻ്റെ എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്കുള്ള എൻ്റെ ഒരു സജഷൻ, അറ്റ് ദ ഏർലിയസ്റ്റ് യു ഹാവ് ടു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ. സോ യു ഹാവ് ടു ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് അഡ്വൈസ് ടു യു. അതായത് നമ്മുടെ പ്രിപ്പറേഷൻ വി ക്യാൻ കോങ്കർ അല്ലെ വി ക്യാൻ ക്രാക്ക് ദ സെറ്റ് എക്സാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 90 days, അറൌണ്ട് 90 days ആണ്. സോ CC കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സെറ്റ് ഇംഗ്ലീഷ് എക്സാം ക്വാളിഫൈ ചെയ്തത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. സോ അതുകൊണ്ട് തന്നെ അടുത്ത വർഷവും നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഈ ജാനുവരി 2026 സെറ്റും നമ്മൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ആദ്യം ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. പിന്നെ എൻ്റെ ഒരു അഡ്വൈസും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ്? ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ. ദാറ്റ് ഈസ് മൈ അഡ്വൈസ് ടു യു. സോ ആ ഒരു പ്രിപ്പറേഷൻ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. യു ഹാവ് ടു ക്രിയേറ്റ് എ ഡെഫിനിറ്റ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിനെന്താണ് ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ. വി ഹാവ് ദ സിലബസ് വിത്ത് അസ് അല്ലെ. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ്? വി ഹാവ് ടു പ്രിപ്പയർ വിത്ത് ദാറ്റ് സിലബസ് അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി ഏജ് ഓഫ് ചോസർ ടു ദ പോസ്റ്റ് മോഡേൺ പീരീഡ്, ആൻഡ് ഡെഫിനറ്റ്ലി വി ഹാവ് ടു കവർ ദ പോർഷൻസ് ലൈക്ക് ക്രിറ്റിസിസം, കൾച്ചറൽ സ്റ്റഡീസ്, ELT, phonetics, linguistics, everything. We have to cover all, I think we have to cover the entire syllabus definitely. And അതിൽ ഏറ്റവും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പിന്നെയും ELT എന്നും അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള പാർട്ടിൽ നിന്നുമാണ്. അപ്പം ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ. അങ്ങനെ പ്രിപ്പറേഷൻ ഓരോ ദിവസം, അതായത് ഈ 90 days നിങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി യു നീഡ് ദ സപ്പോർട്ട് ഓഫ് സംബഡി എൽസ്. ദാറ്റ് ഈസ് വി കോൾ, അല്ലെങ്കിൽ ആ ഒരു സമ്മൺ എന്നുള്ള ഒരു ഫിഗറിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെൻറ്റർ. അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പോടുകൂടി അല്ലെങ്കിൽ ആ കൃത്യമായിട്ടുള്ള മെൻറ്ററിൻ്റെ ഗൈഡൻസോടുകൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് ദ സെറ്റ് എക്സാം. ഇത് ഞാൻ തരുന്ന വാക്കാണ്. കാരണം ഒരാളെ നമ്മളെ പുറകിൽ നിന്ന് പുഷ് ചെയ്യാനുണ്ടെങ്കിൽ യു ഹാവ് യുവർ പേരൻസ്, അല്ലെങ്കിൽ യു ഹാവ് യുവർ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് പേരുണ്ടാവാം. അപ്പം അവരെയൊക്കെ നിങ്ങളുടെ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള മെൻറ്ററിൻ്റെ സഹായം ഉണ്ടെങ്കിൽ, ഒരു 90 days പ്ലാനും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പോർഷൻസ് എല്ലാം കവർ ചെയ്ത് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് സെറ്റ് ഇംഗ്ലീഷിൽ ഇന്ന് ഈ ഒരു വെബിനാറിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്? ഐ ടോൾഡ് യു വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ഏജ് ഓഫ് ചോസർ ടു ദ പോസ്റ്റ് മോഡേൺ വർക്ക്. വി ഹാവ് ടു ഗോ ത്രൂ ദ ഏജ് ഓഫ് ഷേക്സ്പിയർ, ദാറ്റ് മീൻസ് ഏജ് ഓഫ് റെനസൻസ്, ഏജ് ഓഫ് പ്യൂരിറ്റൻ, മിൽട്ടൺ അല്ലെ. ഇതുപോലുള്ള റൈറ്റേഴ്സിനെ എല്ലാം നമുക്ക് ഫോക്കസ് ചെയ്യണം. ഡ്രൈഡൻ, പോപ്പ്, അവരെ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ വി ഹാവ് ടു ഫോക്കസ് ദ മോഡേണിസ്റ്റ് റൈറ്റേഴ്സ്, T.S. Eliot, ജെയിംസ് ജോയ്സ്. ദെൻ വി ഹാവ് ടു ഫോക്കസ് ഓൺ പോസ്റ്റ് മോഡേണിസ്റ്റ് ഓതേഴ്സ്, പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റ്. ഇവരെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഫിഗർ എന്ന് പറയുന്നത്
John Milton. We are very much familiar with that figure, John Milton, because he belonged to the age of Puritan. And the age of Puritan, or the Puritan age, is also known as age of Milton. So without any doubt, we can say that he is one of the most important figures of Puritan age. That is why Puritan age is also known as age of Milton. So, ini namukku John Milton nu parayumbo, we know that there are certain works related to him. Okay, one of the most important works is of course Paradise Lost. Okay, then we have the work Paradise Regained, Samson Agonistus, Areopagitica. Then we have the works like Commerce. Okay, then yeah, some other important works. Lycidas is there, definitely. അപ്പം എങ്ങനെയൊക്കെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആരെ ഫോക്കസ് ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അതായത് മിൽട്ടൺ എന്നുള്ള ഫിഗറിനെ ഫോക്കസ് ചെയ്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സെറ്റ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം, അതാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഐ ഹാവ് ടു സേ വൺ മോർ പോയിന്റ്. ജോൺ മിൽട്ടൺ ഈസ് ദ ഹാർബിഞ്ചർ ഓഫ് എപ്പിക് ട്രഡീഷൻ, അല്ലെങ്കിൽ നമുക്ക് എപ്പിക് എന്നുള്ള ഒരു ജോണർ നമുക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ആയിട്ട്, അതായത് പാരഡൈസ് ലോസ്റ്റ് എന്നുള്ള എപ്പിക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫിഗറാണ് ജോൺ മിൽട്ടൺ. ഇത്രയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് വി ആർ മൂവിങ് ഓൺ ടു എ സ്മോൾ ഇൻട്രോ റിലേറ്റഡ് ടു ദാറ്റ് ഫിഗർ. John Milton, he was born in the year 1608 and died in the year 1674. He is one of the greatest poets in English literature and a central figure of Puritan age. Okay, clear? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബിഫോർ മിൽട്ടൺ ആൻഡ് ആഫ്റ്റർ മിൽട്ടൺ ആൻഡ് ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ജേർണി വളരെ ഷോർട്ടായിട്ട്, അല്ലെങ്കിൽ ആ അവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് വളരെ ഷോർട്ടായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വി നോ ദാറ്റ്, അതായത് പ്യൂരിറ്റൻ ഏജിന് മുമ്പുള്ള ഏജ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഏജ് ഓഫ് റിനസൻസ് ആണ്, അല്ലെ? റെയിൻ ഓഫ് ചാൾസ് 1620, ചാൾസ് ഫസ്റ്റ് 1625 to 1649. അതായത് മിൽട്ടൺ ഒരു പ്യൂരിറ്റൻ ലീഡറായി അല്ലെങ്കിൽ ഒരു പ്യൂരിറ്റൻ ഫിഗറായിട്ട് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഫസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് പറയുന്നത്. ഹിസ് ബിലീഫ് ഇൻ ദ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ്, Charles' first belief in the divine right of kings and his Catholic sympathies created tension with the parliament. Okay, then there occurred civil war that was happened in the year 1642. Okay, the conflict between royalists, cavaliers supporting the king and the parliamentarians, Puritan, led to Charles' first execution. Charles first in the leniency. അദ്ദേഹം വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. ആരെ സപ്പോർട്ട് ചെയ്തിരുന്നു? കിങ്ഷിപ്പിനെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അദ്ദേഹത്തിനോട് ഒരു ഗ്രഡ്ജ്, പേഴ്സണലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഒക്കെ ഒരുപാട് ഒരു റൈവൽറി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ടൈമിൽ ഹാപ്പൻ ചെയ്ത ഒരു വാറാണ് സിവിൽ വാർ. അപ്പൊ ആ സിവിൽ വാർ നടന്നപ്പോൾ വാട്ട് ഹാപ്പൻ? ചാൾസ് ഫസ്റ്റിന്റെ എക്സിക്യൂഷനിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. അതായത് വി പുട്ട് ആൻ എൻഡ് ടു ആ ഒരു റൂൾ ഓഫ് കിങ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. Commonwealth and Protectorate 1649 to 1660. അതിനുശേഷം ചാൾസ് ഫസ്റ്റിന്റെ എക്സിക്യൂഷന് ശേഷം who came into authority? Of course, the figure Oliver Cromwell. Okay, England was declared a republic under Oliver Cromwell, who later became Lord Protector, and that was happened between 1653 to 1658. Okay, so Oliver Cromwell came into authority. The monarchy was eventually, ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പം എന്റർടൈൻമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഒന്ന് റിജക്ട് ചെയ്ത് കൂടുതലും റിപ്പബ്ലിക്കിനും അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരുപാട് ചേഞ്ചസ് അവിടെ വന്നിട്ടുള്ള ഒരു ടൈം ആയിരുന്നു ആ ഒരു പീരീഡ്. ക്രോംവെൽ അദ്ദേഹത്തിന്റെ റൂളിംഗ് ടൈം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കോമൺവെൽത്ത് പീരീഡ് എന്ന് പറയുന്നത്. ആ ടൈമിലെ പോപ്പുലർ ആയിട്ടുള്ള റൈറ്റർ ആണ് ജോൺ മിൽട്ടൺ. Then the monarchy was eventually restored. We know that means under Charles II, marking the end of Puritan age. Which marked the end of Puritan age? Of course, the restoration. And the restoration of Charles II, that we have to emphasize, which is who put an end to the Puritan age എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ definitely that is Charles II. So remember,
restoration happened in the year 1660. അപ്പോൾ പ്യൂരിറ്റൻ ഏജിനെ പറ്റി ഒരു ജനറൽ ഐഡിയ ആണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി Milton as a writer and as a common man admired Cromwell's cause and served as, that's a very important point here. Okay, remember, this point is very important. He was served as a secretary to the Council of State during the Commonwealth. Okay, this is a very important point. Ad underline cheyuka, adu nammade set exam nu chodichittullathum aanu. Latin secretary to the Council of State during the Commonwealth. Okay, ad underline cheyuka. Then he wrote official state letters in Latin and supported Cromwell's government through his prose works. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, in Sonnet 16 to the Lord General Cromwell, Milton praises. This sonnet was dedicated to Cromwell, and here he praises Cromwell as our chief of men who through a cloud not of war only but detraction's route, guided by faith and matchless fortitude, to peace and truth thy glorious way has plowed. Okay, അതൊക്കെ വിടുക, അതൊന്നും വേണ്ട. നമുക്കിവിടെ വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ എന്താണ്? In Sonnet 16, it was dedicated to Cromwell. There he praises, Milton praises Cromwell. So, ഈ ഒരു സോണറ്റിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതാണ് ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഇതെല്ലാം ബാക്കി പ്യൂരിറ്റൻ ഏജിനെ കൂടുതൽ അറിയാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ്. Okay, this shows Milton's faith in Cromwell as the embodiment of Puritan virtue and divine mission. Okay, അപ്പം എന്താണ്, ആസ് എ പേഴ്സൺ ഒരു ക്രോംവെൽ എന്നുള്ള റൂളറിനെ ഒരുപാട് അഡ്മയർ ചെയ്ത ഒരു റൈറ്റർ ആണ് ജോൺ മിൽട്ടൺ. അതുകൊണ്ട് തന്നെ ദാറ്റ് എന്താണ്, ഹിസ് പെർട്ടിക്കുലർ സോണറ്റ്, ദാറ്റ് മീൻസ് സോണറ്റ് നമ്പർ 16 റിഫ്ലക്റ്റഡ് ദാറ്റ് സ്പിരിറ്റ് ഓർ ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഒലിവർ ക്രോംവെൽ. ഓക്കെ, ക്ലിയർ? ഇനി നമ്മുടെ അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാണ്. സോറി, ഹിസ് ഫേമസ് pamphlet Areopagitica, that's very important, and remember this is also very important and you have to remember this particular point. His famous pamphlet Areopagitica was published in the year 1644. 1644, year of publication is very, very important. It passionately argues against censorship. It passionately argues against censorship. That's also very important. Okay, then we are moving on to the next slide. Another important works include On the Morning of Christ's Nativity. It is an early masterpiece of John Milton and that was published in the year 1629. That was published in the year 1629. Okay, then okay, it celebrates Christ's birth. Okay, I told you it was an early masterpiece written by John Milton, On the Morning of Christ's Nativity, and that was published in the year 1629. Okay, another അത് ഒറ്റ വാക്കായിട്ട് അല്ലെങ്കിൽ ഒറ്റ വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. വി ഹാവ് ടു സേ ഇറ്റ് ആസ് എന്താണ്, ഒരു കോമ്പിനേഷൻ ഓഫ് ടു വർക്ക് എന്നുള്ള രീതിയിൽ പറയണം. ദാറ്റ് ഈസ് എൽ അലെഗ്രോ ആൻഡ് ഇൽ പെൻസറോസോ. ഓക്കെ, and these two works were published in the same year, remember, and the year of publication of these two works is in 1631. It's a cheerful poem. First one is a cheerful poem praising mirth and pleasure. Mirth means happiness. Okay, then El Penseroso, it was a companion poem. Remember, which is a companion poem to El Allegro. And the question vannal, the right answer is El Penseroso. It celebrates contemplation and melancholy. One is celebrating pleasure, another one is celebrating contemplation. Okay, and remember these two poems are companion poems, El Allegro and Il Penseroso. Okay, then we are moving on to the next important word, commerce.
It is also written by John Milton, commas. And what's the speciality of this particular work? It is a mask, okay? A mask presented at where? At Ludlow Castle, okay? At Ludlow Castle. And it was published in the year 1634. It was published in the year 1634. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ കോമസ് ഈസ് എ മാസ്ക്, അതും ഓർത്തിരിക്കുക. ഡാൻസ് പെർഫോമൻസ് presented at Ludlow Castle. Okay, song with a mask എന്ന് പറഞ്ഞാൽ യൂഷ്വലി വി ട്രീറ്റ് ദാറ്റ് ടേം ആസ് എ ഡാൻസ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവിടെ ഒരു പോയട്രി along with that kind of performance. Okay. Then it's an allegorical mask. Allegorical mask means definitely it conveys a moral message too on virtue, how we can overcome temptation. Okay, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മിൽട്ടന്റെ one of the most important works is Lycidas. Okay, and it was published in the year 1637. It was published in the year 1637. ഇനി എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? Lycidas was a pastoral elegy. Pastoral elegy. Elegy means എന്താണ്? Elegy is actually a lamentation, അല്ലെ? Lamentation over the loss of someone else, അല്ലെ? അപ്പം ഇവിടെ Lycidas is actually a pastoral elegy. Pastoral elegy means that the characters are in the form of shepherds, അല്ലെ? കൂട്ടുകാരാവാം, ആട്ടിടയന്മാരെ പോലെയുള്ള കൂട്ടുകാരാണ്. ആ രീതിയിലാണ് ഇവിടെ പാസ്റ്ററൽ എലിജി എന്ന് നമ്മൾ റെഫറൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ Lycidas is a pastoral elegy and it is for here actually he is lamenting over the loss of his dearest friend, Milton's dearest friend Edward King. So അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. And at the same time this elegy is exploring the theme of death, fame and immortality. Death, fame and immortality. Okay, അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. എന്താണ് ഈ യൂട്യൂബിൽ നിങ്ങളുണ്ടോ? റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ആരുടെയും റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. സബേറയുടെ ഒരു ഹായ് മാത്രമേ വന്നുള്ളൂ. വാട്ട് അബൌട്ട് അതേഴ്സ്? ആർ യു ലിസണിങ് ടു ദിസ് വീഡിയോ? ആർ യു റൈറ്റിംഗ് ഡൗൺ നോട്ട്സ്? ബിക്കോസ് എന്താണ് നമ്മൾ ഇന്ന് തന്നെ വി ഹാവ് ടു സ്റ്റാർട്ട് അവർ പ്രിപ്പറേഷൻ എന്ന് ഞാൻ പറഞ്ഞു. സോ ദിസ് വിൽ ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെ? ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ 1 hour സെഷൻ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് വി എൻ്റെ ഒരു ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന definitely I promise you that you will have a complete idea regarding John Milton. Okay, anyway, yeah, one person said he is writing down notes and he is listening to the video. Okay, very good. Okay, then next നമ്മൾ പറഞ്ഞൊരു വർക്ക് തന്നെയാണ്, പക്ഷേ ഒരു പോയിന്റ് നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. ഇറ്റ് ആക്ച്വലി റോട്ട് അഗെയിൻസ്റ്റ് സെൻസർഷിപ്പ്. At the same time, it defends freedom of the press. Okay, it defends freedom of the press. അപ്പോൾ ആ ഒരു പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? 2 ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണുള്ളത്. This was published in the year 1644. Okay, and it fought against censorship, and at the same time, it defends the freedom of the press. It defends the freedom of the press. Clear? Okay, then let's move on to the next slide. Paradise Lost. I told you we can't treat him as a harbinger of epic tradition. So definitely Paradise Lost is often treated as one of the longest epics in English literature. So Paradise Lost, remember, that was published in the year 1667 with 10 books. Okay, that was published in the year 1667 with the 10 books. Okay, adana nammada first point. And a revised edition was published in the year 1674 with 12 books. 1674 with 12 books. Okay, first it was published with 10 books. And later the revised edition was published with 12 books in the year 1674.
Okay, and I told you എന്താണ് നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്, and it was an epic poem and its main theme is fall of man. The main theme of this particular work is fall of man. Okay, then ഞാൻ നിങ്ങളോട് എനിക്ക് തോന്നുന്നു എൻ്റെ 120 ഡേയ്സ് ബാച്ചുകാരോടാണോ 150 ഡേയ്സ് 120 ഡേയ്സ് ബാച്ചുകാരോട് ഞാൻ പറഞ്ഞു, ഒന്ന് ഞങ്ങൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തൊരു വർക്കാണ് പാരഡൈസ് ലോസ്റ്റ് എന്നുള്ളതും പാരഡൈസ് റീഗെയിൻഡും. അപ്പം ഞാൻ പറഞ്ഞു പാരഡൈസ് സ്വർഗം നഷ്ടപ്പെട്ടു, ആൻഡ് ഫോർ ഹൂം ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആദം ആൻഡ് ഈവ് അല്ലേ, with the temptation of Satan, and Satan was in the form of serpent അല്ലെ. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ആക്ച്വലി എന്താണ്, എങ്ങനെയാണ് ആ ഫോൾ ഓഫ് മാൻ സംഭവിക്കുന്നത്? അവർക്ക് ഗോഡ് ഒരു ഫ്രൂട്ട് ഡിനൈ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഫോർബിഡൻ ഫ്രൂട്ട്, ബട്ട് ദ Satan tempted them to eat that fruit and thereby they lost the എന്താ പറയുന്നത് ഹെവൻലി എക്സ്പീരിയൻസ് ഓർ ദ ഹെവൻ ഇറ്റ് സെൽഫ്, ദേ ലോസ്റ്റ് ഹെവൻ ഇറ്റ് സെൽഫ് അല്ലെ. അങ്ങനെയാണ് പാരഡൈസ് ലോസ്റ്റ് എന്നുള്ള വർക്ക്. So in that way we can say that it actually focuses on the theme of fall of man. Clear? Yes. Okay, Paradise Regained. Next important work is Paradise Regained, and that was published in the year 1671. Okay, that was published in the year 1671, and it's a mini epic narrating Christ's temptation in the wilderness. Okay, mini epic narrating Christ's temptation in the wilderness. Then Samson Agonistes, another important work, and its year of publication is the same year of Paradise Regained, that is 1671, and it's a tragic drama in the style of Greek tragedy. Okay, Homer's is a masque, Paradise Lost is an epic, Lycidas is an elegy, then we have Samson Agonistes, that is tragic drama. So you have to differentiate each work with the different titles. Okay, clear? I hope clear, it's clear to all of you. Okay, then next work, Milton. അദ്ദേഹം ഒരുപാട് വർക്ക്സുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ട്രാജിക് ഡ്രാമ ഈസ് ദയർ, വി ഹാവ് ദ മാസ്ക്, എലിജി, എപ്പിക്, എവറിത്തിങ്. At the same time, he is also famous for sonnet. Okay, and here you know that sonnet is a 14-line poem. It has two divisions, or there are two forms, Petrarchan sonnet and Shakespearean sonnet. And it is Milton who revived the Petrarchan sonnet. That means sonnet can be divided into octave and sestet. Octave consists of 8 lines and sestet consists of 6 lines. Okay, so Milton revived Petrarchan form of sonnet in a different way in English. Okay, and his very important sonnet is on his blindness. His very important sonnet is on his blindness. Okay, and that underline cheya. And definitely you have to say one more point here. When I consider how my life is spent, this is the first line of this particular work. എൻ്റെ വീണ്ടും ഞാൻ പറഞ്ഞു, എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ ഈ ലൈനിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചപ്പം അവരും ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ അവർക്ക് ബിക്കോസ് they know that this is a line taken from on his blindness, I think this is the first line of that particular work. Okay, when I consider how my life is spent, so I told you this particular sonnet is actually focusing on his own blindness. So sight here becomes light here becomes a synonym for his own sight. Okay, his own vision, how his light is spent, or how his sight or vision is spent for എന്താണ് beautifully narrating some of the incidents that is happening around him. And Milton became, this is a very important question, Milton became blind at the age of 44. അവിടെ എപ്പോഴും നമുക്ക് എന്താണ് പലരും, അതായത് സെറ്റ് ആണെങ്കിലും നെറ്റ് എക്സാംസിൻ്റെ ഒക്കെ ഒരുപാട് കോമ്പീറ്റൻ്റ് എക്സാംസിലെല്ലാം ചോദിക്കുന്നത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ കീയിൽ ഒരുപാട് ചലഞ്ചസ് വരാറുണ്ട്. 43, 44, 45. എനിവേ വി ക്യാൻ ഫോം ദ കൺക്ലൂഷൻ ദാറ്റ് ഹി ബിക്കേം ബ്ലൈൻഡ് അറ്റ് ദ ഏജ് ഓഫ് 44. And it was in the year 1652. Okay, it was in the year 1652. ആ ഒരു കൺക്ലൂഷൻ, കാരണം ഈ റൈറ്റേഴ്സിൻ്റെ എല്ലാം അവരുടെ എല്ലാ ഇൻഫർമേഷനും
എന്താണ് സ്റ്റിൽ കോൺട്രവേഴ്ഷ്യൽ ആണ്. കാരണം നമ്മൾ വി ആർ ആക്ച്വലി ഫോളോയിങ് സം ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് അല്ലേ. വി ആർ നോട്ട് ഷുവർ വെദർ ഇറ്റ് ഈസ് എക്സാക്ട്ലി കറക്റ്റ് ഓർ നോട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ലെവലിലേക്കൊന്നും നമുക്ക് പോകണ്ട. വി ക്യാൻ തിങ്ക് ദാറ്റ് ഹി ബിക്കേം ബ്ലൈൻഡ് അറ്റ് ദ ഏജ് ഓഫ് 44. ഓക്കെ, ഓക്കെ, ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ ഇനി നമുക്ക് ഇപ്പം ഞാൻ മിൽട്ടൺ ആസ് എ ഫിഗർ, ആസ് എ ലീഡിങ് ഫിഗർ ഓഫ് പ്യൂരിറ്റൻ ഏജ് ഒരു ഇൻട്രോ നിങ്ങൾക്ക് തന്നു അല്ലേ. ഇനി നമ്മൾ പോകുന്നത് അദ്ദേഹത്തെ പറ്റി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ്. ബിഫോർ മൂവിങ് ഓൺ ടു ദാറ്റ് ക്വസ്റ്റ്യൻസ് ഐ വുഡ് ലൈക്ക് ടു സേ സം ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു യു. എന്താണ് ഞാൻ പറഞ്ഞു, യെസ്റ്റർഡേ നമ്മൾ സെറ്റ് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. സോ ദ ലാസ്റ്റ് ഡേറ്റ് ഈസ് November 28. സോ വി ഹാവ് we can expect the time, exam time. I'm speaking about the time of the exam, set exam, and we can expect it will be definitely around January last or February first week. Definitely we can expect exam on that particular time. Okay, okay, then അപ്പോൾ നോട്ടിഫിക്കേഷൻ ഔട്ടായ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു we have 90 days with us and we have to need a kind of smart preparation അല്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞു, ഇത് ബിഗിൻ ചെയ്തപ്പോൾ തന്നെ, അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഐ ടോൾഡ് യു ഹാവ് ടു ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ. സോ 90 days പ്രിപ്പറേഷൻ സ്മാർട്ട് സ്റ്റഡി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ലിമിറ്റഡ് സീറ്റ്സ്, നമ്മൾ ഓൾറെഡി 120 days ബാച്ച് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ദേ ആർ ഡൂയിങ് ദ പ്രിപ്പറേഷൻ വെൽ. ഓക്കെ, സോ ഈ ഒരു 90 days പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വി ഹാവ് 100+ ലൈവ് ക്ലാസ്സസ്. യു നോ ദാറ്റ് സെറ്റ് to crack the set exam we have to clear both the general paper as well as the core paper. So general paperും core paperും അതിലെല്ലാത്തിനും നമ്മൾ 100+ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ വീക്ക്ലി മോഡൽ എക്സാംസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും. സോ ആ ഒരു മെൻറ്റർ നിങ്ങൾക്ക് വീക്ക്ലി മോഡൽ എക്സാംസ് നടത്തും. അതുപോലെ തന്നെ ഡെയിലി വർക്കൗട്ട്സ് ഉണ്ടാവും. മെൻറ്റർഷിപ്പ് ഏത് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ഇൻകൺവീനിയൻസ് ഉണ്ടായാലും യു ക്യാൻ ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു യുവർ മെൻറ്റർ. ആൻഡ് മോക്ക് ടെസ്റ്റ് വിൽ ബി ദയർ. PYQ ഡിസ്കഷൻ, ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ മിൽട്ടൺ എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഫിഗറിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വി ഹാവ് ടു ഫോക്കസ് ഓൺ വാട്ട് ഓർ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ അല്ലേ, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് PYQs ആവാം, അല്ലെങ്കിൽ ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആവാം. ഇതെല്ലാം നമുക്ക് ഫോളോ ചെയ്യണം അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മുടെ ലൈവ് ക്ലാസ്സസിലൂടെ, ബൂസ്റ്റർ ബാച്ച്, ഇതിലെല്ലാത്തിലൂടെ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ട്രെയിനിങ്ങും തന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയധികം സെറ്റ് ക്വാളിഫയേഴ്സിനെ നമ്മൾ നേടിയെടുത്തത്. അതും ഇനിയുള്ള 90 daysലും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അപ്പം താല്പര്യമുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയും, സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ അറ്റ് ദ ഏർലിയസ്റ്റ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കൈൻഡ്ലി കോൺടാക്ട് അവർ ടീം ആൻഡ് their number is 9746455514. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. സോ വി ആർ മൂവിങ് ഓൺ ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ഓൾറെഡി there, right? Who is the subject mourned in Lycidas? Who is the subject mourned in Lycidas? ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഇൻട്രോ സെഷനിൽ. എന്താണ് Lycidas is a pastoral elegy. Pastoral elegy means the characters are in the form of shepherds, and Lycidas is dedicated to Milton's own friend Edward King. So ബെൻ ജോൺസൺ, ആൻഡ്രൂ മാവൽ, എഡ്വേർഡ് കിങ്, സർ ഹെൻറി വെയിൻ എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് വന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ശ്രമിക്കും. ബട്ട് വി ആർ 100% ഷുവർ അബൌട്ട് ദ ആൻസർ ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് എഡ്വേർഡ് കിങ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് എഡ്വേർഡ് കിങ്. ഇതിൻ്റെ എല്ലാത്തിലെ ആൻസേഴ്സ് മാർക്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത് അല്ലേ. പക്ഷെ ഞാൻ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ അങ്ങനെ അല്ലായിരുന്നു. ഐ ഡെഫിനറ്റ്ലി ഗിവ് യു സം ടൈം ടു തിങ്ക് all these questions and answers. Anyway, now the answer is already there. You can tell me the right answer. Paradise Lost was originally published in how many books? ഞാൻ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് വർക്ക് വന്നപ്പം 10 books ആണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വർക്ക് അതായത് റിവൈസ്ഡ് എഡിഷൻ വന്നപ്പം we have 12 books. ഓക്കെ, അപ്പം അതങ്ങനെ മാർക്ക് ചെയ്യുക.
10 first അപ്പം originally publish ചെയ്തപ്പം we have 10 books and the revised edition consisted of 12 books. Okay, clear? നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Are you able to follow me? ഒരു yes or എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. Okay, then നിങ്ങളുടെ റെസ്പോൺസ് I am expecting for your responses. Okay, then next one. They also serve who only stand and wait occurs in which poem? ഇതും നമുക്കറിയാം. Lycidas on Shakespeare, to Syriac Skinner on his blindness. ഇതെല്ലാം അദ്ദേഹത്തിന്റെ വർക്ക്സുകളാണ്. ഓക്കെ, സോ ഓൺ ഷേക്സ്പിയർ അദ്ദേഹത്തിന് ഷേക്സ്പിയറിനോടുള്ള ഒരു ഡിവോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന വർക്കാണ്. ലിസിഡസ് നമ്മൾ പറഞ്ഞു. സോ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ഹി ഈസ് ആക്ച്വലി ബ്ലെയിമിങ് ഹിസ് ഓൺ ആ ഒരു വീക്ക്നെസ്സിനെ അദ്ദേഹം ബ്ലെയിം ചെയ്യാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. സോ ഹി വാണ്ട്സ് ടു ബി മോർ, അതായത് ഹി വാണ്ട്സ് ടു ബി മോർ പ്രൊഡക്റ്റീവ്. ഹി വാണ്ട്സ് ടു സെർവ് ഗോഡ് ത്രൂ ഹിസ് ഓൺ ക്രിയേറ്റിവിറ്റി. അതാണ് ഈ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം remember, he became blind at the age of 44, 1652, at the year of 1652. They only serve who only stand and wait. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന പണിഷ്മെന്റ്സ് ആണ് നമ്മുടെ ഓരോ വീക്ക്നെസ് എന്ന് പറയുന്നത്. ആ ടൈമിൽ വി ഡോണ്ട് ഹാവ് ടു ടേക്ക് റിവെഞ്ച്, അല്ലെ? അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് വി ഹാവ് ടു പേഷ്യൻ്റ്ലി സഫർ. എല്ലാം നമ്മൾ സഫർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗോഡ് വിൽ ലീഡ് അസ് ഇൻ ടു എ ഗുഡ് വേ, അല്ലെങ്കിൽ ഗോഡ് വിൽ പ്രൊവൈഡ് അസ് വിത്ത് സാൽവേഷൻ. ഓക്കെ, ആ ഒരു പോയിന്റ് ആണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള വർക്കിലൂടെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിൽട്ടൺ സപ്പോർട്ടഡ് വിച്ച് പൊളിറ്റിക്കൽ റീഡർ? നമ്മൾ പറഞ്ഞു ഹി ബിലോങ് ടു ദ ഏജ് ഓഫ് പ്യൂരിറ്റൻ ഏജ്. സോ ഡെഫിനറ്റ്ലി പ്യൂരിറ്റൻ ഏജ് ലീഡർ എന്ന് പറയുന്നത് ഒലിവർ ക്രോംവെൽ ആണ്. സോ ഹി സപ്പോർട്ടഡ് ദ പൊളിറ്റിക്കൽ ലീഡർ ഒലിവർ ക്രോംവെൽ, അല്ലെ? അതുപോലെ തന്നെ നമുക്ക് വേറൊരു പോയിന്റും കൂടി പറയാം. എന്താണ്? ഹി വാസ് അപ്പോയിന്റഡ് ആസ് എ ലാറ്റിൻ സെക്രട്ടറി ടു ഒലിവർ ക്രോംവെൽ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ പൊളിറ്റിക്കൽ പൊസിഷൻ ഹി ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ദാറ്റ് ടൈം. അതും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം അതും നോട്ട് ചെയ്യുക. പിന്നെ ചാൾസ് ഫസ്റ്റ് എന്ന് പറയുന്നത് റിനസൻസ് പീരീഡ്, ഏജ് ഓഫ് ഷേക്സ്പിയർ ഒക്കെയാണ്. അതുപോലെ ചാൾസ് സെക്കൻഡ് റെസ്റ്റോറേഷൻ പീരീഡ് ആണ്. ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. Okay, then we are moving on to the next question. Milton's theological treatise published posthumously is, അതായത് അദ്ദേഹത്തിന്റെ മരണശേഷം പബ്ലിഷ് ചെയ്ത വർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എറോപജറ്റിക്ക നമുക്കറിയാം 1644 എന്താണ് ഫ്രീഡം ഓഫ് പ്രസ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സെൻസർഷിപ്പിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടും. ഇതെല്ലാം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് യു വിൽ ബി with the figure called John Milton. അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു ഇക്കോ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പം ഈ ഒരു അവർ കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കറിയാം നിങ്ങൾ മിൽട്ടന്റെ കുറേ അധികം കാര്യങ്ങൾ ഓർത്തിരിക്കും. ഓക്കെ, അപ്പം ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് മിൽട്ടൺസ് തിയോളജിക്കൽ ട്രീറ്റീസ് പബ്ലിഷ് പോസ്തുമസ്ലി, ദാറ്റ് ഈസ് ഡി ഡോക്ട്രീന ക്രിസ്ത്യാന. ഡി ഡോക്ട്രീന ക്രിസ്ത്യാന. അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതും മാർക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു അസിസ്റ്റഡ് മിൽട്ടൺ ഇൻ റൈറ്റിംഗ് ഡ്യൂറിങ് ഹിസ് ബ്ലൈൻഡ്നെസ്? ഓപ്ഷൻ എ ഡ്രൈഡൻ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ എന്താണ്? ഹിസ് ഡോട്ടേഴ്സ് ആൻഡ് ആൻഡ്രൂ മാവൽ. നിങ്ങൾക്കറിയാമോ മിൽട്ടൺ 3 പ്രാവശ്യം ഹി മാരീഡ് 3 times എന്നാണ് പറയുന്നത്. ഹി മാരീഡ് 3 times. ഓക്കെ, അപ്പം അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ ഫിഗേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ വി വിൽ ബി ഡിസ്കസിങ്. അപ്പൊ ഇവിടെ നമ്മളോട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത് ഡ്യൂറിങ് ഹിസ് ബ്ലൈൻഡ്നെസ് ഹി വാസ് assisted by his own daughters plus Andrew Marvell. അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, അല്ലെ, ഹൂ ഈസ് ആൻഡ്രൂ മാവൽ? ഹാവ് യു ഹേർഡ് ഓഫ് ഹിം? ഡെഫിനറ്റ്ലി. ആരാണ് ആൻഡ്രൂ മാവൽ? ഹി ഈസ് ദ മെറ്റഫിസിക്കൽ പോയറ്റ്. ഹി ഈസ് ദ മെറ്റഫിസിക്കൽ പോയറ്റ്. ആൻഡ്രൂ മാർവൽ എന്ന് പറയുമ്പം വേറെ ഒരു ഡെഫിനിഷനും വേണ്ട.
അദ്ദേഹത്തെ ഓർത്തിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ദാറ്റ് ഈസ് ടു ഹിസ് കോയി മിസ്ട്രസ്. ടു ഹിസ് കോയി മിസ്ട്രസ്. നമ്മൾ മിൽട്ടനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഐ നോ ദാറ്റ്. പക്ഷെ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഫോക്കസ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഫിഗർ. ഒരാളെ കാണുമ്പോൾ വി കാൺ മൂവ് ഓൺ വിത്തൗട്ട് മെൻഷനിങ് ഹിം, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആൻഡ്രൂ മാർവൽ. He was one of the most prominent figures of metaphysical poetry, and he wrote the very famous work To His Coy Mistress. To His Coy Mistress. ഇത് റീഡബിൾ ആണല്ലോ, അല്ലേ? കളർ ഒന്ന് മാറിപ്പോയി, ഞാൻ യെല്ലോ കളറാണ് ഉദ്ദേശിച്ചത്. ഐ തിങ്ക് ഇറ്റ്സ് റീഡബിൾ ടു യു. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി മറന്നു പോവാതിരിക്കുക. ഓക്കെ, ഓക്കെ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. Who was Milton's first wife? I told you Milton married 3 times. അല്ലെ? Milton married 3 times. And who was Milton's first wife? It is already, Drishya said that. Yeah, it's readable to you. Okay, thank you Drishya for your timely response. Thank you. And who was Milton's first wife? His first wife is Mary Powell. I think his second wife is Catherine Woodcock, and third one is Elizabeth Milton. Okay, so remember his first wife. Anyway, you have to check the order once more. Okay, I remember the first one is Mary Powell. That is 100% sure, but I got a confusion. Okay, I think second one is Catherine Woodcock and third one is Elizabeth. Anyway, if you have enough time, please check it. Okay, then we are moving on to the next question. Which character conducts Adam on a vision of future events in Paradise Lost? Okay, അപ്പോൾ ഇതിൽ കുറേ ഏഞ്ചൽസ് ഉണ്ടെന്ന് നമുക്കറിയാം. പാരഡൈസ് ലോസ്റ്റിൽ കുറേ അധികം ഏഞ്ചൽസ് ഉണ്ട്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? Which character conducts Adam on a vision of future events in Paradise Lost? That is Michael. Okay, മൈക്കിൾ. ഓർ രണ്ട് തരത്തിൽ പറയാം, അല്ലെ? പ്രൊനൗൺസിയേഷൻ മൈക്കിളിനെക്കാട്ടിലും നല്ലത് മിഖായേൽ, അല്ലെ? ആ ഒരു നെയിം ആയിരിക്കും ആ ഏഞ്ചലിന് ഏറ്റവും സ്യൂട്ടബിൾ. അതിന്റെ ആ ഒരു പ്രൊനൗൺസിയേഷനും മിഖായേൽ, അല്ലെ? മിഖായേൽ. അപ്പൊ മൈക്കിൾ അല്ല, മൈക്കിൾ ഈസ് റോങ്. മിഖായേൽ ഈസ് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. മിഖായേൽ. ഓക്കെ, റിമെമ്പർ മിഖായേൽ ഈസ് ദ റൈറ്റ് വൺ, റൈറ്റ് ആൻസർ. അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് പോവുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡാഷ് contended that Milton in Paradise Lost was of the devil's party without knowing it. Without knowing it. Option A, Blake and Shelley. Option B, Eliot and Lewis. Option C, Keats and Wordsworth. Option D, Coleridge and Wordsworth. Dash contended that Milton in Paradise Lost was of the devil's party without knowing it. So the right answer is Blake and Shelley. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ PYQ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സെറ്റിൽ റിപ്പീറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നോട്ടഡ്. Okay, then next question. The name Beelzebub, one of the characters in the Pilgrim's Progress, literally means Pilgrim's Progress. അപ്പം ആ വർക്ക് നമുക്ക് മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റില്ല, അല്ലെ? അതായത് Pilgrim's Progress is also one of the important works written during the Puritan age that we know. Anyway, who is the author of Pilgrim's Progress? That is John Bunyan, അല്ലെ? Another important Puritan writer of Puritan age. Okay, that is Arana. Who is the author of Pilgrim's Progress? John Bunyan. John Bunyan. John Bunyan. He is the author of Pilgrim's Progress, the spiritual allegory. And Beelzebub is a character of Pilgrim's Progress also. അപ്പം ഞാൻ എന്താണ് ബിൽസിബബ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, അല്ലേ? സൈറ്റൻ, അതുപോലെ തന്നെ മെഫിസ്റ്റോഫിലസ് സൈറ്റന്റെ അസിസ്റ്റന്റ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്നറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം ഇതിന്റെ ആൻസർ ഈസ് പ്രിൻസ് ഓഫ് ഡാർക്ക്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് പ്രിൻസ് ഓഫ് ദി ഡാർക്ക്. Prince of the Dark. Beelzebub is
പ്രിൻസ് ഓഫ് ദി ഡാർക്ക്. ഞാൻ ഇവിടെ പിൽഗ്രിംസ് പ്രോഗ്രസ്സിലെ വർക്ക് മെൻഷൻ ചെയ്തത് ബീൽസിബബ്, മെഫിസ്റ്റോഫിലസ് ഇവരെല്ലാം ഡബിൾ ഫിഗേഴ്സ് ആണ്. അപ്പൊ ആ ഒരു മീനിങ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇദ്ദേഹത്തെ ആഡ് ചെയ്തത് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനിയും നമുക്ക് വേറെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. Which of the angels is not mentioned in Paradise Lost? അതായത് പാരഡൈസ് ലോസ്റ്റിൽ ഞാൻ പറഞ്ഞു മിഖായേൽ ഈസ് ദയർ, വാലന്റീൻ ഈസ് ദയർ, ഓർ റാഫേൽ ഈസ് ദയർ. ഇത് അങ്ങനെ ഈസ് ദയർ എന്നുള്ളത് പറയുന്നത് തെറ്റാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? Which of the angels is not mentioned, is not there in the word Paradise Lost. അപ്പൊ ഞാൻ പറഞ്ഞതേ തെറ്റാണ്. എന്താണ് ഇതിൽ ഇല്ലാത്തത് ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. എനിവേ യു ഹാവ് ഈസ് വാലന്റീൻ ദയർ, is Michael, is Raphael, is Gabriel. Which one is the right answer? So Valentine is not in the work Paradise Lost. Okay, Valentine, the angel which is not mentioned in Paradise Lost is who? Valentine. Okay, Valentine. അപ്പൊ അതും മാർക്ക് ചെയ്യുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which famous poem opens with the words of man's first disobedience, sing heavenly muse? This is the first line of which poem? We know that among the following works, the theme fall of man becomes evident in which work? ഏത് വർക്കിലാണ് themes fall of man നമ്മൾ ഡീൽ ചെയ്യുന്നത്? Of course Paradise Lostലാണ് അല്ലേ. അപ്പം of man's first disobedience is actually giving us the clue related to fall of man. So anyway, the correct answer is, ഏതാണ് correct answer? Paradise Lost. Okay, Paradise Lost is the correct answer. Okay, അപ്പം അതും ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പം അത് of man's first disobedience is the line of Paradise Lost. Okay, first line of Paradise Lost. Okay, then next question. Who described Milton as our one acknowledged master of the grand style? So who is the right answer? Matthew Arnold. It is Matthew Arnold who described Milton as our acknowledged master of the grand style. Okay, clear? അപ്പൊ ഈ ക്വസ്റ്റ്യനും PYQ ആണ്, പ്ലസ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അപ്പൊ അതും നോട്ട് ചെയ്യുക. ഇനി which book of Paradise Lost? We know that there are 12 books, അല്ലെ? Total 12 books are there in Paradise Lost revised edition, and we know that. And our question is, which book of Paradise Lost describes the fall of Adam and Eve? ഓരോ ബുക്കും ഓരോ ടോപ്പിക്സ് ആണ് അല്ലെ. അപ്പൊ ഇതില് ഏത് ബുക്കാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബുക്ക് 9. That deals with fall of Adam and Eve. Okay, that deals with fall of Adam and Eve. Okay, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അല്ല, ഇനിയുണ്ട് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, in dash we have a Puritanism which is political and ecclesiastical as well as spiritual and ethical. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? ഓൾറെഡി നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു ആൻസർ അല്ലെ. എന്താണ് കറക്റ്റ് ആൻസർ? ഇസ് ലിസിഡസ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ലിസിഡസ് we have Puritanism which is political and ecclesiastical as well as spiritual and ethical. Clear? അപ്പൊ ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമുക്കറിയാം, Areopagitica that was directed against an order of parliament which established, it was against എന്താണ്? It was against censorship of books and it supported freedom of press അല്ലേ. അപ്പൊ കറക്റ്റ് ആൻസർ ഇതാണ്, and that was published in the year 1644. ഇനി മറക്കില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which work of Milton defends the execution of King Charles I? ഓക്കെ, ഏതിലാണ് അദ്ദേഹം കിങ്സ് ചാൾസ് ഫസ്റ്റിന്റെ എക്സിക്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഏതിലാണ്?
ഡിഫെൻസിയോ പ്രോ പോപ്പുലോ ആംഗ്ലിക്കാനോ. ബിക്കോസ് എന്താണ്, അറ്റ് ദാറ്റ് ടൈം ഹി വാസ് ടു മച്ച് ഇൻ ടു കിങ്ഷിപ്പ് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ വാസ് ടോട്ടലി ഇൻ ഫേവർ ഓഫ് കിങ്സ് റൂൾ ആൻഡ് ഓൾ. ആൻഡ് അത് കോമൺലി നമുക്കറിയാം, ദാറ്റ് റിജക്റ്റഡ് പീപ്പിൾസ് റൈറ്റ് ആൻഡ് ഓൾ. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ദേ ബ്രോക്ക് ഔട്ട് സിവിൽ വാർ ദാറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ ദ ഇയർ 1642. ആൻഡ് Oliver Cromwell came into authority, and as a man Milton became the admirer of Cromwell. So definitely he wrote a work for defending the execution of King Charles I, and that is Defensio pro Populo Anglicano. Okay, ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പം ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ റിഗാർഡിങ് ജോൺ മിൽട്ടൺ. ഇനി അത് പറഞ്ഞിട്ടേ ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകുള്ളൂ. ഹാവ് യു ഗോട്ട് ആൻ ഐഡിയ റിഗാർഡിങ് ജോൺ മിൽട്ടൺ ആൻഡ് ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്? എന്താണ് നിങ്ങളുടെ റെസ്പോൺസ്? ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ ഞാൻ ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നത്. എന്താണ് നിങ്ങളുടെ റെസ്പോൺസ്? എന്താണ്? ജോൺ മിൽട്ടൺ പ്യൂരിറ്റൻ ഏജിലാണ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടായിരുന്നു അല്ലേ, എലിജി, മാസ്ക്, ട്രാജിക് ഡ്രാമ, സോണറ്റ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടിയോ? കംപ്ലീറ്റ് അല്ലെങ്കിൽ കൂടിയും ഈ 1 hour യൂസ് ചെയ്ത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയോ എന്നുള്ളതാണ്. നമ്മൾ ഈ 1 hour സ്പെൻഡ് ചെയ്തു. 1 hour ഇല്ലെങ്കിലും ഒരു 50 minutes നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ ടു യു? കുറച്ചെങ്കിലും നിങ്ങളുടെ ഒരാളുടെയെങ്കിലും, സബീരയോ ദൃശ്യോ ആരുടെയെങ്കിലും ഒരു റെസ്പോൺസ്? റോബിൻ, റെസ്പോൺസ് വന്നിട്ട് വേണം അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റിലേക്ക് നമുക്ക് പോവാൻ. കുറച്ച് ലാഗ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ എൻ്റെ ഓഡിയോ അവിടെ എത്താനായിട്ട്. ഇനിവേ ആ ലാഗ് 1 minute ആണെങ്കിലും വി വിൽ വെയിറ്റ് അല്ലേ. എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് വേണം. ജോൺ മിൽട്ടനെ പറ്റി അറിയാൻ സാധിച്ചോ? ഐ നോ ദാറ്റ് യു ഹാവ് ആൻ ഐഡിയ റിഗാർഡിംഗ് ദാറ്റ് ഫിഗർ, ബട്ട് നൗ യു ഗോട്ട് എ കംപ്ലീറ്റ് ഐഡിയ റിഗാർഡിംഗ് ദാറ്റ് ഫിഗർ. ദാറ്റ് ഈസ് മൈ തോട്ട്. എന്താണ് പറഞ്ഞേ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. സബീറ, റോബിൻ, ദൃശ്യ, ആ 3 പേരാണ് ലൈവിൽ റെസ്പോണ്ട് ചെയ്യുന്നവർ. ഐ നോ ദാറ്റ് ദർ ആർ മോർ പാർട്ടിസിപ്പൻസ്. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം എനിക്ക് ഐ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ടു യു. ഇനി നമ്മൾ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു പാരഡൈസ് ലോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 12 books അല്ലേ. പാരഡൈസ് ലോസ്റ്റിൽ 12 books ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ആ ഓരോ ബുക്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, അതായത് ഓരോ പ്രാവശ്യവും book 1, book 2, book 3, book 9 അങ്ങനെ book 12 വരെയുള്ള തീംസ് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ വി ഹാവ് ടു ബി തറോ വിത്ത് ഈച്ച് ബുക്സ് മെയിൻ തീം. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ, book 1 deals with the fall and Satan's resolve. ഓക്കെ, സോറി, പേന ഒന്ന് യൂസ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിഡൻ്റ് ആവില്ല. book 1, the fall and Satan's resolve. Okay, book 2, council in hell. book 2 deals with the theme of council in hell. book 3, in book 3 God foresees man's fall. God foresees man's fall. In book 4, Satan in Eden. Okay, Satan in Eden. Eden തോട്ടം എന്ന് നമ്മൾ പറയില്ലേ. So he is coming there to canvass these people, Adam and Eve. book 5 deals with angel Raphael's warning. Okay, അപ്പോൾ ക്ലിയർ? book 1, book 2, book 3, book 4, book 5 അതിൻ്റെ എല്ലാം തീംസ് നോട്ട് ഡൗൺ ചെയ്യുക. ഇനി അടുത്തയിലേക്ക് പോവാണേ. നോട്ട് ചെയ്തല്ലോ അല്ലേ? ഐ ഹോപ്പ് ഓൾ ഓഫ് യു wrote down this point. book 6 deals with war in heaven. book 6 deals with war in heaven.
Book 7 deals with creation of the world. Creation of the world. Book 8, Adam's story. Book 9, temptation and fall of man. ഇതാണ് നമ്മൾ ചോദിച്ചത്, fall of man. Book 10, consequences of the fall. Consequences of the fall. അപ്പം ബുക്ക് 6, 7, 8, 9, 10. അപ്പം അത്രയും കാര്യങ്ങൾ കോൺസെപ്റ്റ്. അപ്പം നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഫോൾ ഓഫ് മാൻ ആണ്. അത് ബുക്ക് 9 ആണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ബുക്ക് 11 ലേറ്റർ ആഡ് ചെയ്ത അഡീഷൻസ് ആണ്. ബുക്ക് 11 പണിഷ്മെന്റ് ആൻഡ് എക്സൈൽ ബിഗിൻസ്. ഓക്കെ, പണിഷ്മെന്റ് ആൻഡ് എക്സൈൽ ബിഗിൻസ്, അത് നോട്ട് ചെയ്യുക. ഇനി ബുക്ക് 12ലേക്ക് വരുമ്പം എന്താണ്? ഹോപ്പ് ആൻഡ് റിഡംഷൻ. ബുക്ക് 12, അതായത് പാരഡൈസ് ലോസ്റ്റ് വൈൻഡ് അപ്പ് വിത്ത് ദിസ് 12th ബുക്ക് ആൻഡ് ഇറ്റ് ഡെൽറ്റ് വിത്ത് ദ തീം ഹോപ്പ് ആൻഡ് റിഡംഷൻ. ഹോപ്പ് ആൻഡ് റിഡംഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വൈൻഡപ്പ് ചെയ്തു. അപ്പൊ ഒന്നുകൂടി ഓർക്കുക, ഈ പ്രാവശ്യത്തെ ജാനുവരിയിലെ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അങ്ങനെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ജാനുവരിയിൽ നിന്ന് തന്നെ മാക്സിമം. അപ്പം ആ ജാനുവരിയിലെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന കോഴ്സാണ് 90 ഡേയ്സിൻ്റെ കോഴ്സ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടി ഞാൻ പറഞ്ഞു, പ്രിപ്പറേഷൻ ദാറ്റ് ഈസ് മസ്റ്റ് അല്ലേ. അല്ലാതെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല സെറ്റ് എന്നുള്ള ഒരു എക്സാം അല്ലേ. അപ്പം എന്താണ്, നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് കോമ്പിറ്റൻസ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പം ജനറൽ പേപ്പറിനും ഇംഗ്ലീഷ് പേപ്പറിനും എല്ലാം നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9746455514. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ ലിങ്കും ഗൂഗിൾ ഫോമിൽ ഈ ഒരു ഇതിൻ്റെ താഴെ ഗൂഗിൾ ഫോം ലിങ്കും തന്നിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ വിത്ത് അസ്. ഉറപ്പ് പറയാം, നമ്മുടേതൊരു നല്ല പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരുപാട് ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് ടെസ്റ്റുകളും ടെസ്റ്റ് പേപ്പറുകളും അതുപോലെ തന്നെ എന്താണ് എക്സാംസ്, PYQ ഇതെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും നമ്മൾ വരുന്നതാണ്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ടീമിൻ്റെ അങ്ങനെ നമുക്ക് ഈ പ്രാവശ്യത്തെ സെറ്റ് ക്രാക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുകയോ ഇല്ലയോ അത് നിങ്ങളുടെ ഇഷ്ടം. എത്രയും പെട്ടെന്ന് തന്നെ സെറ്റിൻ്റെ ആപ്ലിക്കേഷൻ നവംബർ 28 ആണ് ലാസ്റ്റ് ഡേറ്റ്. എന്നാൽ ആ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ അറ്റ് ദ ഏർലിയസ്റ്റ് അതും അപ്ലൈ ചെയ്യുക. അപ്പം ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ ടു ഓൾ ഓഫ് യു. ഓക്കെ, താങ്ക് യു ഓൾ.